ഹലോ അസ്സാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ രാവിലെ ഞാൻ കൊച്ചിനെ മദ്രസയിലാക്കിയിട്ട് വന്നതേ ഉള്ളൂ. അതിന് ശേഷമാണ് ഞാൻ വ്ളോഗ് എടുക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ. ഇന്ന് 8:30ക്കാണ് മദ്രസ ക്ലാസ് ഉള്ളത്. 8:30 മുതൽ 10:30 വരെ. സാധാരണ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ, അതായത് ശനിയും ഞായറും ദിവസങ്ങളിൽ 9 മണി മുതൽ 11 മണി വരെയാണ് കേട്ടോ മദ്രസ. അപ്പോൾ ഇവർക്ക് ഇന്ന് 8:30 മുതൽ 10:30 വരെയാണ്. ഇന്ന് എന്തോ പ്രോഗ്രാം സ്ഥാപനമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് 8:30 മുതലാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൊച്ചിനെ കൊണ്ടാക്കിയിട്ട് നേരെ വന്നതിന് ശേഷം നേരെ എന്ത് ചെയ്തു, ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുപ്പങ്ങ് പുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നനഞ്ഞ വിറകാണ്, അതുകൊണ്ടാണ് പുകയുന്നത്. അപ്പോൾ ഇതേ ഞാൻ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. കാപ്പിയൊന്നും കുടിച്ചില്ല കേട്ടോ, കൊച്ച് കുടിച്ചിട്ടൊക്കെയാണ് പോയിട്ടുള്ളത് പാത്തു. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങി വന്നത് മുറ്റമൊക്കെ അടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല വെയിലുണ്ട്, മഴയുടെ ഒരു ലക്ഷണവും ഇല്ല. ഇന്നിപ്പോൾ മുറ്റം അടിയും തുണി കഴുകലും ഒക്കെയാണ് എൻ്റെ ഇന്നത്തെ പണിയെന്ന് പറയുന്നത്. തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്, അതായത് തൊണ്ടവേദനയും തൊണ്ട അടവും ഒക്കെയാണ് കേട്ടോ. അത് രാവിലെ മാത്രമേ ഉള്ളൂ, തണുപ്പിൻ്റെയൊക്കെ ഇതുകൊണ്ടിട്ടാണ്, പിന്നെ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ എന്തായാലും രാവിലെ എന്തായാലും കൊള്ളായിരുന്നേ. പിന്നെ ഇനി ഒരു വിശേഷം കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, എനിക്ക് ഭയങ്കര വിഷമമായി പോയി. നമ്മുടെ തണ്ണിമത്തങ്ങയാണിത്. അതായത് 2 ഓറഞ്ചിൻ്റെ വലുപ്പമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 2 ഓറഞ്ച് എടുത്താൽ എങ്ങനെ അത്രയും വലുപ്പമായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ വള്ളി അങ്ങ് ചീഞ്ഞ് കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മച്ചി എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഇതൊക്കെ കട്ടാക്കി. അതായത് ആ ഒരെണ്ണം, ആ ഒരു പീസ് 4ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ വിചാരിച്ചു ഇത് ഇങ്ങനെ പൊട്ടായിരിക്കും എന്ന് വിചാരിച്ചു കേട്ടോ. പഴുത്ത് കാണത്തില്ല, കളവും വെച്ചിട്ടില്ല എന്ന് വിചാരിച്ചെങ്കിലും മുറിച്ച് നോക്കിയപ്പോൾ ഞാനങ്ങ് അതിശയിച്ചു. കാരണം പഴുത്തിട്ടുണ്ട്, നല്ല മധുരമുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കത്തില്ലേ, അതുപോലെ തന്നെ നല്ല മധുരമുണ്ട്. അപ്പോൾ ഇത് ചീഞ്ഞു പോയി. ഇനി മഴയുടെ ഇത് കൊണ്ടിട്ടാണോ എന്ന് അറിയത്തില്ല. പക്ഷേ അതിൻ്റെ ചെടി അങ്ങ് മൊത്തം ചീഞ്ഞ് പന്നലായിപ്പോയി കേട്ടോ. ഇതിങ്ങനെ കവറിലിട്ട് വെച്ചത് കൊണ്ട് നമുക്കിങ്ങനെ കിട്ടി. 2 ദിവസമായി കാണും കേട്ടോ. ചീഞ്ഞ് പോയിട്ട് ഞാൻ ശ്രദ്ധിച്ച് കാണത്തില്ല. അപ്പോൾ ഇതേ നമ്മുടെ തണ്ണിമത്തങ്ങ പറിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് പഴുത്ത് കിട്ടിയല്ലോ, അത്രയും മതി. അപ്പോൾ കാത്ത് സൂക്ഷിച്ചിരുന്ന സാധനമാണ്, എന്തായാലും കിട്ടി. അപ്പോൾ ദേ കൊച്ച് കഴിച്ചിട്ട് പോയപ്പോൾ കറി കുറച്ച് ബാക്കി വെച്ചിട്ടാട്ടോ പോയത്. അപ്പോൾ ഞാൻ അതിലോട്ടിട്ടിട്ടാണ് കഴിക്കുന്നത്. കറി എത്ര കൊടുത്താലും വേണം എന്ന് പറയും, പക്ഷേ കഴിക്കത്തില്ല കേട്ടോ. കറി കഴിക്കത്തില്ല. കറി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് കിടക്കുന്ന ചാറ് മാത്രം മുക്കി കഴിക്കും, ബാക്കിയൊക്കെ അവിടെ വെച്ചേക്കും. അപ്പോൾ ഞാൻ അതിലോട്ടിട്ടിട്ടാണ് കാപ്പി കുടിക്കുന്നത്. ദോശയാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ പുതിയ കൂട്ടുകാരുടെ അടുത്ത് പറയുകയാണ്, നമ്മളിന്നും ദോശയാണ് കേട്ടോ, വല്ലപ്പോഴുമാണ് മറ്റുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത്. കാരണം ദോശയാണ് ഇവിടെ കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ രാവിലത്തെ കാപ്പി ദോശയും തക്കാളിക്കറിയായിരുന്നു. രാവിലെ ചായ ഇട്ടത് കൊണ്ട് ആ സമയം ചായ ഒരു ഗ്ലാസ് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് കൊച്ചിന് പള്ളിയിലാക്കാനായിട്ട് പോയത്. വന്നപ്പോഴത്തേക്കും ഇതേ ചായയും ദോശയൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും കഴിച്ചു. ഇപ്പോൾ ചായ കൂടി വീണ്ടും കൂടിയിട്ടുണ്ട്. ഇടയ്ക്ക് ചായ കൂടി നിർത്തിയതായിരുന്നു കേട്ടോ. രാവിലെ ഒരു ഗ്ലാസ്, അല്ലെങ്കിൽ ചിലപ്പോൾ 2 മാക്സിമം, അതിനപ്പുറം പോകില്ല. എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ. അതിപ്പോൾ കട്ടനാണെങ്കിലും പാൽ ചായ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചായ കുടി ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ തലവേദന ചായ കുടിയുടെ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ കൂടുതലും കാപ്പിയാണ് കേട്ടോ കുടിക്കുന്നത്. കാപ്പിപ്പൊടി ഇട്ടിട്ട് കാപ്പിയാണ് കഴിക്കുന്നത്. അപ്പം അത് തലവേദനയ്ക്ക് കാരണമാവും. തലവേദനയ്ക്ക് ഇതൊക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ കുറച്ചപ്പോഴത്തേക്കും എനിക്ക് വലിയ തലവേദനയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് തലവേദനയുണ്ട്. അത് ഈ ചായ കുടിയുടെ പ്രശ്നം കൊണ്ട് തന്നെയാണ് കേട്ടോ. ചായ കുടിച്ചെങ്കിൽ തലവേദന മാറൂ എന്നുള്ളൊരു ഒരിതാണ് മൈൻഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ചായ കുടിച്ചാൽ ചിലപ്പോൾ തലവേദന മാറും, അതിപ്പം ചായ കുടിക്കാനായിട്ട് തോന്നും. അങ്ങനെ എന്തായാലും രാവിലത്തെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞു. അതേ നമ്മൾ ചോറ് വെക്കാൻ വേണ്ടി വെച്ച വെള്ളമൊക്കെ തിളച്ച് കിടപ്പുണ്ടായിരുന്നു. അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് ചെറുപയർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ചെറുപയർ തോരൻ വെക്കാനായിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ദേ ഒന്ന് കഴുകി അതിലെ കുറച്ച് കല്ലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് അരിച്ച് മാറ്റിയിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഗ്യാസിലോട്ട് വയ്ക്കാം. ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്കും 10:30 മണി വരെയല്ലേ ഉള്ളൂ പള്ളി. അപ്പോഴത്തേക്കും സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പാത്രമൊക്കെ കഴുകി വന്നപ്പോഴത്തേക്കും സമയമായിട്ടുണ്ട്. ഇനിയിപ്പോൾ കൊച്ചിനെ വിളിക്കാനായിട്ട് പോവാണ്. 10:30ക്കാണെങ്കിലും ഒരു 5-10 മിനിറ്റ് മുന്നേ ആണ് ബെല്ലടിച്ചിട്ടുള്ളത്. അപ്പോഴത്തേക്കും വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കൊച്ചുങ്ങളെയൊക്കെ. വരുന്ന
കണ്ടില്ലേ, ഞങ്ങൾ വീടെത്തുന്നതിന് മുന്നേ മഴയായിട്ടോ. കുറച്ച് നനഞ്ഞു കുറച്ചല്ല, നല്ലതുപോലെ നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുടയൊന്നും കൊണ്ടുപോയില്ല. രാവിലത്തെ വെയിൽ ഞാൻ കാണിച്ചതല്ലേ, അത്രയ്ക്ക് നല്ല വെയിലായിരുന്നു. ഇന്നും നമ്മുടെ മഴ ചതിച്ചു. അപ്പോൾ കുടയൊന്നും കൊണ്ടുപോയില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല വെയിലായപ്പോൾ എനിക്ക് തോന്നി മഴയൊക്കെ അങ്ങ് മാറിക്കാണുമെന്ന്. എന്നാലും സ്കൂളിൽ പോയതിൻ്റെ അത്ര നനഞ്ഞിട്ടില്ല കേട്ടോ. അന്ന് പെരും മഴയായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ തന്നെ മഴയായി. അപ്പോൾ ഇന്ന് നനഞ്ഞു വന്നു. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്, വേണ്ടി നൈറ്റി എടുത്തിട്ട് കേട്ടോ. മൊത്തം നനഞ്ഞ് ഊറ്റിയിട്ടാണ് കയറി വന്നത്. അപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. വെറും ചാറ്റലൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു, നല്ല മഴയായിരുന്നു. അങ്ങനത്തെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ മാവിൽ നിന്ന് കുറച്ച് മാങ്ങയൊക്കെ കാറ്റത്ത് വീണ് കിടപ്പുണ്ട് കേട്ടോ. കുറേ ഭാഗമൊക്കെ കേട് വന്നിട്ടുണ്ട്, അവിടെ കേടായിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ഭാഗമൊക്കെ നോക്കിയിട്ട് ഞാൻ പാത്തുവിന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്നിട്ട് ഇനിയിപ്പോൾ തേങ്ങയൊക്കെ തിരുമ്മി ഈ തോരന്, അതായത് ചെറുപയർ വെന്ത് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ അടുപ്പിലിരുന്ന് കത്തുന്നത് മറ്റൊന്നുമല്ല, കുറച്ച് പാലാണ് കേട്ടോ. അതൊന്ന് തിളപ്പിച്ച് വെക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ പാലൊക്കെ ഫ്രിഡ്ജിൽ ഇരുന്നാലും ചീത്തയായി പോകില്ല. ഇപ്പോൾ തിളപ്പിച്ച് കുറച്ച് പഞ്ചസാര ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് പുറത്തിരുന്നാലും കേടാവത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് തേങ്ങയൊക്കെ തിരുമ്മി എടുക്കുന്നുണ്ട്. ഉമ്മച്ചി ആ സമയം അവിട്ടിരുന്ന് കാപ്പി കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പയർ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കൊച്ചിനും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ശർക്കരയില്ല, ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഒരുപാടൊന്നും ഇട്ടിട്ടില്ല, കുറച്ച് ലേശം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പയറും കൂടെ ഒക്കെ എടുത്ത് മാറ്റി മിക്സ് ആക്കിയിട്ട് ഞാൻ അങ്ങനെ കുടിച്ചു കേട്ടോ. കുടിച്ചെല്ലാം കഴിച്ചു. ഈ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കും ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതും ചായ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മീൻ കൊണ്ടുവന്നത് നെത്തോലിയാണ് കേട്ടോ. അപ്പോൾ തീരെ ചെറിയ നെത്തോലിയൊന്നുമല്ല, നമുക്ക് നുള്ളാൻ പാടുള്ള നെത്തോലിയൊന്നുമല്ല കേട്ടോ. കുറച്ച് വലിപ്പമുള്ള നെത്തോലിയായിരുന്നു. അപ്പോൾ അത് പീര പറ്റിച്ചാൽ മതിയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാം കൂടെയൊക്കെ തേങ്ങ അരച്ച് വെച്ചാലും കൊള്ളത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ തോരനും തേങ്ങയിട്ടല്ലേ വെക്കുന്നത് ചെറുപയർ. അപ്പോൾ അത് മുളകിട്ടങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് താമസിച്ചാട്ടോ മീൻ കിട്ടിയത്. അപ്പോൾ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കറിയാക്കി എടുത്താൽ മതി എന്നുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു അതങ്ങ് മുളക് ഇടാമെന്ന്, പുളിയും മുളകും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ തോരനിൽ അരപ്പൊക്കെ ഇട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കരിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെയൊക്കെ ആ ഒരു തേങ്ങയുടെ പച്ച ചൊവയൊക്കെ ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം അത് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ കൂട്ടി അടുപ്പിലോട്ട് താളിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കറിയൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്കും കണ്ടില്ലേ, നമ്മുടെ നെത്തോലി തീരെ ചെറിയ നെത്തോലിയൊന്നും അല്ല കേട്ടോ. അപ്പോൾ അതൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ തേച്ച് കഴുകി കൊണ്ടുവന്നു കറിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വറുക്കാനും എടുത്തു കേട്ടോ. കണ്ടെയ്നറിൻ്റെ വിഷയം വന്നതിന് ശേഷം ഞാൻ പാത്തുവിനും മീൻ കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെയാണ് ഞാൻ കൊടുത്തത്. നെത്തോലിയൊക്കെ പൊരിച്ചപ്പോൾ നെത്തോലി ഭയങ്കര ഇഷ്ടമാണ് ആളിന്. അപ്പോഴാണ് ഞാൻ ഇന്നലെയാണ് കേട്ടോ മീൻ കൊടുക്കുന്നത്. കണ്ടെയ്നർ വിഷയം വന്നതിന് ശേഷം ഇവിടെ മീൻ പലപ്പോഴായിട്ട് മേടിച്ചിട്ടുണ്ടെങ്കിലും കൊച്ചിന് ഞാൻ മീൻ കൊടുത്തിട്ടില്ലായിരുന്നു. ഒരു പേടി, അതുകൊണ്ടാണ് കൊടുക്കാതിരുന്നത്. പിന്നെ ഇന്നലെ കൊണ്ടുവന്നപ്പോഴത്തേക്കും നല്ല നെത്തോലിയായിരുന്നു. അപ്പോൾ ഞാനത് കൊച്ചിനും കൂടെ വറുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ടൈം മഴയൊക്കെ ഒന്ന് തോർന്ന് നിൽക്കുകയാണ് കേട്ടോ. കുറച്ച് തുണിയൊക്കെ ഞാൻ രാവിലെ തന്നെ വീണ്ടും വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു. അന്തരീക്ഷം കൊള്ളാമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ചെയ്തത്. എല്ലാ വീട്ടമ്മമാരും ചെയ്യുന്നത് ഇതൊക്കെ തന്നെയായിരിക്കുമല്ലേ. ഇതേ അബദ്ധം പറ്റി കാണും ആളുകൾക്ക്. അപ്പോൾ കഴുകിയിടാൻ നിവർത്തിയില്ല. ഞാനിപ്പോൾ ആ പൊടി ഇട്ട് വെച്ച് കഴിഞ്ഞാലേ വല്ലാത്ത സ്മെല്ലായിരിക്കത്തില്ല. ഞാൻ പിന്നെ 2-3 വെള്ളം ഒന്ന് കഴുകി വെച്ച് കേട്ടോ. കഴുകിയിട്ട് വീണ്ടും വെള്ളത്തിലിട്ട് തന്നെ വെച്ചു. ആ സോപ്പ് പൊടി ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് വെച്ചു. കാരണം ഇതിനിപ്പോൾ കഴുകിയാലും മഴ നനയേണ്ട ഒരു അവസ്ഥ വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാനതുകൊണ്ട് ഒന്ന് കഴുകിയിട്ട് വേറൊരു വെള്ളത്തിലോട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വൈകുന്നേരം ഒന്ന് ഊരിപ്പിഴിഞ്ഞ് നമ്മൾ ഈ ഒരു വശത്ത് കുറച്ച് അശ കെട്ടിയിട്ടുണ്ട്. അശ എന്ന് പറയുന്നത് കേട്ടോ, നമ്മൾ വീടിന് പുറകു വശത്ത്. അപ്പോൾ അവിടെ കൊണ്ടിടാം വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും. അല്ലെങ്കിൽ ഫുൾ ടൈം മഴ നനഞ്ഞുകൊണ്ടേ ഇരിക്കത്തില്ലേ. അപ്പം ബക്കറ്റിലിട്ടിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. വൈകുന്നേരം ഒന്ന് കഴുകി വിരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും സോപ്പ് പൊടി ഇല്ല കേട്ടോ, അതുകൊണ്ടൊരു സമാധാനമുണ്ട്. ഇല്ലെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കത്തില്ലേ സോപ്പ് പൊടി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് സമയം താമസിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് തുണി കഴുകാമെന്ന് വിചാരിച്ചു. എന്തായാലും നല്ലൊരു മഴ പെയ്ത് തോർന്നതല്ലേ. അപ്പോൾ ഉച്ചയൂണിൻ്റെ സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഉച്ചയൂണ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ കറിയും തോരനും മീൻ വറുത്തതും അതുപോലെ നമ്മൾ തലേന്നിട്ട് വെച്ചിട്ടുള്ള അച്ചാറും റെഡിയാണ് കേട്ടോ. തലേന്നല്ല, ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ആക്കുന്ന ദിവസമാണ് ഇതിന് വോയിസ് കൊടുക്കുന്നത്. 2 ദിവസം മുന്നേ ഇട്ടതാണ് കേട്ടോ ഈ അച്ചാർ എന്തായാലും സെറ്റായിട്ടുണ്ട്. ഉപ്പും പുളിയും ഒക്കെ ആവശ്യത്തിന് പിടിച്ച് നല്ല കുഴഞ്ഞ് നല്ല വെന്ത് ആ വിനാഗിരിയിലൊക്കെ കിടന്നിട്ട് ആ പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഒന്ന് പഴകിയിട്ടുണ്ട്. പഴകുമ്പോഴേ ഏതൊരു കറിക്കും ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഉച്ചയൂണ് ഇതൊക്കെ ആയിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.
അപ്പോൾ നാളെ ഇൻഷാല്ലാ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. ഷോർട്സ് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ടാക്കണം കേട്ടോ. ഷോർട്സൊക്കെ കണ്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ടാറ്റാ.